ഗുഡ് മോർണിംഗ്. അടുത്ത സെക്കൻഡ് ചാപ്റ്ററിലെ തന്നെ അടുത്ത സെക്ഷൻ സർക്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽസ്. നമ്മൾ 9ാം ക്ലാസ്സിൽ സർക്കിൾ വരയ്ക്കാൻ പഠിച്ചു. എങ്ങനെയാണ് സർക്കിൾ വരച്ചുകൊണ്ടിരുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സിൽ കൂടിയും ഒരു സർക്കിൾ പാസ് ചെയ്യുവാണെങ്കിൽ ആ സർക്കിളിന് പറയുന്ന പേരാണ് സർക്കിൾ. അപ്പോൾ ഏത് ട്രയാങ്കിളിനും നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ക്വാഡ്രിലാറ്ററലിന് സർക്കിൾ വരയ്ക്കാൻ കഴിയുമോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെയുള്ള ക്വാഡ്രിലാറ്ററലിന്. അപ്പോൾ എന്തായാലും ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഇങ്ങനത്തെ ക്വാഡ്രിലാറ്ററൽ ഉണ്ടെങ്കിൽ അതിൻ്റെ 3 വെർട്ടെക്സിൽ കൂടി നമുക്ക് എന്തായാലും ഏത് 3 വെർട്ടെക്സ് എടുത്താലും ആ 3 വെർട്ടെക്സിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. കാരണം ഇതിലെ ഏത് 3 വെർട്ടെക്സ് എടുത്ത് നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ട്രയാങ്കിളിന് നമുക്ക് എപ്പോഴും സർക്കിൾ വരയ്ക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ എനി ക്വാഡ്രിലാറ്ററൽ വി ക്യാൻ ഡ്രോ സർക്കിൾ പാസിംഗ് ത്രൂ ഇറ്റ്സ് 3 വെർട്ടെക്സ്. ഏത് ക്വാഡ്രിലാറ്ററലിൻ്റെയും 3 വെർട്ടെക്സിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. 4th വെർട്ടെക്സ് എന്ന് പറയുന്നത് ചിലപ്പം സർക്കിളിലെ പോയിൻ്റ് ആയിരിക്കും, ചിലപ്പോൾ സർക്കിളിനകത്തായിരിക്കും, ചിലപ്പോൾ സർക്കിളിന് വെളിയിലായിരിക്കും. ദി 4th വെർട്ടെക്സ് മേ ബി ഓൺ ദിസ് സർക്കിൾ ഓർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദിസ് സർക്കിൾ. അപ്പോൾ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററലുണ്ട്, അതിൻ്റെ 3 വെർട്ടെക്സിൽ കൂടി പോകുന്ന ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ എന്ന് പറയുന്നത് 4ാമത്തെ വെർട്ടെക്സ് ഒന്നുകിൽ ചില കേസിൽ സർക്കിളിലെ പോയിൻ്റ് ആകും, ചിലപ്പോൾ സർക്കിളിന് വെളിയിലാവും, ചിലപ്പോൾ സർക്കിളിന് അകത്താവും. അപ്പോൾ ഏത് കണ്ടീഷൻസൊക്കെയാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സർക്കിളിലെ പോയിൻ്റ് ആകുന്നത്, അല്ലെങ്കിൽ സർക്കിളിനകത്താകുന്നത്, സർക്കിളിന് പുറത്താകുന്നത്. അതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഇഫ് all 4 vertices of a quadrilateral are on a circle, then its opposite angles are supplementary. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിലെ നോക്കിയ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഇതിൻ്റെ 4 വെർട്ടെക്സുകളും സർക്കിളിലെ പോയിൻ്റാണ്. സർക്കിളിലെ പോയിൻ്റ് ആകുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സുകളിൽ വരുന്ന ആംഗിളിൻ്റെ, അതായത് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളിൻ്റെ സം 180 ആയിരിക്കും. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടെക്സിൽ കൂടിയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പം നമ്മൾ നോക്കിയേ, ഇഫ് ഓൾ 4 വെർട്ടീസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഓൺ എ സർക്കിൾ ദെൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് കോൾഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇങ്ങനെ 4 വെർട്ടെക്സിൽ കൂടിയും പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ പറ്റുന്ന ക്വാഡ്രിലാറ്ററൽ നമ്മൾ പറയുന്ന പേരാണെന്ത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇഫ് 1 വെർട്ടെക്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ ഡ്രോൺ ത്രൂ ദി അതർ 3 വെർട്ടീസസ്, then the sum of the angles at this vertex and the opposite vertex is less than 180 degree. If it is inside the circle, the sum is more than 180 degree. അതായത് നോക്കിയേ, ഈ കേസിൽ ഞാൻ പറഞ്ഞു ഇത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടെക്സും സർക്കിളിലെ പോയിൻ്റാണ്. അപ്പോൾ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി. ഇവിടെ 3 വെർട്ടെക്സിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരച്ചപ്പോൾ 4ാമത്തെ വെർട്ടെക്സ് സർക്കിളിന് വെളിയിലാണ് വന്നത്. അങ്ങനെയുള്ള കേസിൽ ആ വെളിയിൽ വരുന്ന ആംഗിളും അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളും തമ്മിലുള്ള സം എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ആയിരിക്കും. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ലെസ് ദാൻ 180 ആയിരിക്കും. അടുത്തത് നോക്കിയേ, ഇവിടെ നമ്മൾ എ ബി സി ഡി എന്ന അടുത്തൊരു ക്വാഡ്രിലാറ്ററൽ എടുത്തു. അവിടെ എയും ബിയും ഡിയും സർക്കിളിലെ പോയിൻ്റാണ്, സി സർക്കിളിനകത്തെ പോയിൻ്റാണ്. അങ്ങനെയുള്ള കേസിൽ ആ പോയിൻറ്റും ആ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും തമ്മിലുള്ള സം ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. അപ്പോൾ ഒരു സർക്കിളിലെ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടെക്സിൽ കൂടിയും ഒരു സർക്കിൾ പാസ് ചെയ്യുന്നു എങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും. 3 വെർട്ടെക്സിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സർക്കിള് നാലാമത്തെ വെർട്ടെക്സ് സർക്കിളിന് വെളിയിലാണെങ്കിൽ ആ വെളിയിലുള്ള ആംഗിളും
അതിന് ഓപ്പോസിറ്റ് ആംഗിളും തമ്മിലുള്ള സം എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ആയിരിക്കും. നാലാമത്തെ വെർട്ടെക്സ് സർക്കിളിനകത്താണെങ്കിൽ ആ വെർട്ടെക്സിലുള്ള ആംഗിളും ഓപ്പോസിറ്റ് ആംഗിളും തമ്മിലുള്ള സം ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയാൽ ഉടനെ അത് നമുക്ക് സർക്കിളിലെ ആണോ നമുക്ക് അതിൻ്റെ വെർട്ടെക്സിൽ കൂടി സർക്കിൾ പാസ് ചെയ്ത് എങ്കിൽ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടുമ്പോൾ അതിൻ്റെ 4 വെർട്ടെക്സിൽ കൂടിയും സർക്കിൾ പാസ് ചെയ്യുന്നോ എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം നോക്കുക. ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം 180 ആണെങ്കിൽ അടുത്ത പെയറിൻ്റേതും എന്തായിരിക്കും 180 ആയിരിക്കും. കാര്യം ടോട്ടൽ 4 ആംഗിളിൻ്റെയും കൂടെ സം ക്വാഡ്രിലാറ്ററലിൻ്റെ 360 ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾ 2 പെയർ നോക്കണ്ട, 2 പെയറും 180 ആകണം. പക്ഷേ ഒരു പെയർ നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തതും 180 ആയിക്കോളും. ഇഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി മീൻസ് സം 180 ഡിഗ്രി, വി ക്യാൻ ഡ്രോ എ സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ 4 ഓഫ് ഇറ്റ്സ് വെർട്ടെക്സ്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് തന്നിട്ട് അത് സൈക്ലിക് ആണോ അതല്ലെങ്കിൽ അതിൻ്റെ 4 വെർട്ടെക്സിൽ കൂടിയും പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ കഴിയുമോ എന്ന് നമ്മളോട് ചോദിച്ചാൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം കണ്ടു നോക്കുക. ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം 180 വന്നാൽ നമുക്ക് എന്ത് പറയാം? അത് സൈക്ലിക് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ 4 വെർട്ടെക്സിൽ കൂടിയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഐസോസെലസ് ട്രപ്പീസിയം ഈസ് സൈക്ലിക്. നോക്കിക്കേ, ഞാനൊരു ഐസോസെലസ് ട്രപ്പീസിയം കൺസിഡർ ABCD. ABCD ഈസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം. ഐസോസെലസ് ട്രപ്പീസിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ 2 പെയർ അഡ്ജസൻ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B ആൻഡ് ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ D. ഞാനിവിടെ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B എന്നുള്ളത് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനിയും ABയും CDയും പാരലാണ്. ട്രപ്പീസിൻ്റെ പ്രത്യേകത ആണല്ലോ, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം പാരലായിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ ട്രപ്പീസിയം. ആ പാരലൽ അല്ലാത്ത സൈഡ്സ് ഈക്വൽ ആകുകയാണെങ്കിൽ അത് ഐസോസെലസ് ട്രപ്പീസിയം. അപ്പോൾ ABയും CDയും പാരലാണ്. നമുക്ക് പാരലാകുമ്പോൾ അറിയാം അതിൻ്റെ നോക്കിയേ, ABയും CDയും പാരലാകുമ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദറ്റ് ഈസ് ഇക്വേഷൻ 2. നമുക്കറിയാം ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B, ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതാ ഈ 2 ഇക്വേഷനിൽ ആംഗിൾ A ആംഗിൾ Bക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ Aക്ക് പകരം ആംഗിൾ B എന്ന് റീപ്ലേസ് ചെയ്താൽ ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 മീൻസ് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് സപ്ലിമെൻ്ററി. Therefore, ABCD is a cyclic quadrilateral. ഒരു ഐസോസെലസ് ട്രപ്പീസിയം എടുത്ത് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 എന്ന് കിട്ടി. ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 കിട്ടിയാൽ ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. അതുകൊണ്ട് ഐസോസെലസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക്. നെക്സ്റ്റ്, ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കണം. അതുപോലെ ഡയഗണൽസിന് ഇടയ്ക്കുള്ള ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഞങ്ങൾ ടെക്സ്റ്റിനകത്ത് പേരില്ല, ഞാൻ പേര് കൊടുത്തു ABCD. നമുക്ക് ഈ ആംഗിൾ CAD എന്ന് പറയുന്ന ആംഗിൾ 50 ഡിഗ്രി എന്നുണ്ട്. നമുക്ക് ഈ ഇവിടെ ഉണ്ടാകുന്ന 4 ആംഗിളും കണ്ടുപിടിക്കണം. അപ്പം നോക്കിക്കേ, ഇത് 30, ഇത് 50. ഈ 3 ആംഗിളിൻ്റെയും കൂടെ സം എത്ര വരും? 180 വരും. അപ്പോൾ ഇത് രണ്ടും കൂടി 80 പോയി കഴിയുമ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രി. മനസ്സിലായോ? ഇനി ഈ 2 ആംഗിൾസ് എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസാണ്. അപ്പോൾ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിളും 100 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ 2 ആംഗിൾസ് എന്താണ്? അഡ്ജസൻ്റ് ആംഗിൾസാണ്. ഇത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ലീനിയർ. അതായത് ഇതെന്താണ്? ഒരു ഡയഗണലാണ്. ഡയഗണലാകുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഈ 2 ആംഗിൾസ് എന്താവും? ദേ ഫോം എ ലീനിയർ പെയർ. ലീനിയർ പെയർ ആർ സപ്ലിമെൻ്ററി.
സപ്ലിമെൻ്ററി ആകുമ്പോൾ ഈ ആംഗിൾ 100 ആവുന്നെങ്കിൽ ഇത് 80 ആയെങ്കിലേ സം 180 വരത്തുള്ളൂ. ഇനി ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. therefore this angle is also 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഡയഗണൽസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾസ് എല്ലാം കിട്ടിയല്ലോ. ഇനിയും ആംഗിൾ എ എന്ന് പറയും, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി എന്ന് പറയുന്ന വലിയ ആംഗിൾസ് വേണം. ഈ എയുടെ ഒരു പാർട്ട് മാത്രമേ നമുക്കുള്ളൂ. അതായത് സി ഡി എന്ന ആർക്കിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിളാണ് 50 ഡിഗ്രി. അതേ സി ഡിയുടെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിൾ അല്ലേ ഇതായത് ആംഗിൾ സി ബി ഡി. therefore it is also 50 ഡിഗ്രി. അതേപോലെ ആംഗിൾ ഇൻ ദി കോംപ്ലിമെൻ്ററി ആർക്ക് ഓഫ് ആർക്ക് എ ഡി, എ ഡിയുടെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്ന് കിട്ടി. അതേ എ ഡിയുടെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിളാണ് ഈ ആംഗിൾ, ദാറ്റ് ഈസ് ഓൾസോ 45 ഡിഗ്രി. ഒരേ ആർക്കിൽ വരുന്ന ആംഗിൾസ് എല്ലാം സെയിം മെഷർമെൻ്റ് ആണ്. അതേപോലെ എ ബി എന്ന ആർക്കിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിളാണ് ഈ ആംഗിൾ 30 ഡിഗ്രി. അതേപോലെ എ ബിയുടെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിളാണ് ഇവിടെ വരുന്നത്, ദാറ്റ് ഈസ് ഓൾസോ 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ബി എന്ന് പറയുന്നത്, ആംഗിൾ ബി എത്ര വരും? 50 + 45 ദാറ്റ് ഈസ് 95 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ബിയും ആംഗിൾ ഡിയും എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 - 95. 180 - 95 that is equal to 85 ഡിഗ്രി. ഇനി ആംഗിൾ സി, ക്വാഡ്രിലാറ്ററലിലെ ആംഗിൾ സി എന്ന് പറയുന്നത് 30 + 45 ദാറ്റ് ഈസ് 75. അപ്പം ആംഗിൾ എയും ആംഗിൾ സിയും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടെക്സിൻ്റെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 - 75 ദറ്റ് ഈസ് ഈക്വൽ ടു 105 ഡിഗ്രി. ഇപ്പം എല്ലാ ആംഗിളും ആയല്ലോ. ഇതിൻ്റെ അകത്തുള്ള ആംഗിളെല്ലാമായി, ക്വാഡ്രിലാറ്ററലിലെ ആംഗിൾസും ആയി. നെക്സ്റ്റ് second question. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. അതായത് നമ്മുടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഞാൻ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിളാണ് ഇത്. ഈ ഔട്ടർ ആംഗിളിൻ്റെ മെഷർ എന്ന് പറയുന്നത് അതിൻ്റെ ഇന്നർ ആംഗിൾ. ഏത് ഇന്നർ ആംഗിൾ? ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരുന്ന ഇന്നർ ആംഗിളുമായിട്ട് ഈക്വലാണ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ കാണിക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഈ ആംഗിൾ എക്സ് എന്ന് അസ്യൂം ചെയ്തു. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ എ ബി സി ഡി സൈക്ലിക് ആണല്ലോ. സൈക്ലിക് ആകുമ്പോൾ ആംഗിൾ ബി സി ഡി എന്ന് പറയുന്ന ആംഗിൾ, ഈ ആംഗിൾ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം 180 വരണം. അപ്പോൾ ഈ ആംഗിൾ എക്സ് ആകുമ്പോൾ ഇത് 180 - x. ഈ ആംഗിൾ 180 - x. ഇനിയും ആംഗിൾ ബി സി ഡിയും ആംഗിൾ ഡി സിയും, ഈ രണ്ട് ആംഗിൾസിന് പ്രത്യേകത എന്താ? ദേ ഫോം എ ലീനിയർ പെയർ. ലീനിയർ പെയർ ആകുമ്പോൾ ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സം എങ്ങനെയാണ്? 180 ഡിഗ്രി വരണം. ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സം 180 ഡിഗ്രി. അതിൽ ഒരു ആംഗിൾ നമുക്ക് 180 - x എന്നുണ്ട്. ആ വാല്യൂ കൊടുക്കുമ്പോൾ 180 - x പ്ലസ് ആംഗിൾ ഡി സി ഇ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ നിന്നും ആംഗിൾ ഡി സി ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരിക. പ്ലസ് 180 - 180 ആകും. -x ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ +x ആകും. 180 - 180 0 ആയിപ്പോവും. ബാക്കി x എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിളും x ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ഒരു വെർട്ടെക്സിലുള്ള, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓപ്പോസിറ്റ് ആംഗിളിന് ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ ഡി സി ഇയും ഈക്വൽ ആണെന്ന് പറയുന്നതോടെ നമുക്കത് കിട്ടും. നമ്മളിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്
സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി. ഒരേ ആർക്കിലുള്ള ആംഗിൾസ് എല്ലാം സെയിം മെഷർമെൻ്റ് ആണ്. പിന്നെ ലീനിയർ പെയറിൻ്റെ സം 180 ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. Third question, prove that a parallelogram which is not rectangle is not cyclic. അതായത് ഒരു പാരലോഗ്രാം റെക്റ്റാങ്കിൾ അല്ല എങ്കിൽ സൈക്ലിക് ആകില്ല. നമ്മൾ സാധാരണ ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്യുന്നു, അതൊരു സൈക്ലിക് ആണെന്ന് നമ്മൾ എടുക്കുന്നു. കൺസിഡർ ഒരു പാരലോഗ്രാം എ ബി സി ഡി. അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ആംഗിൾ സി, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. കാരണം എന്താ, ഒരു പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇനിയും ഇത് സൈക്ലിക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സൈക്ലിക് ആണെന്ന് പറഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സൈക്ലിക് ആകുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. പക്ഷെ നമുക്കറിയാം ഏതൊരു പാരലോഗ്രത്തിൻ്റെയും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. അപ്പോൾ സം 180 വരികയും രണ്ട് ഈക്വലും എന്ന് പറഞ്ഞാൽ ഓരോന്നും എത്ര വെച്ച് വരും? 90 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതേപോലെ സിമിലർലി, അത് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട, സിമിലർലി ഇട്ട് എഴുതിയാൽ മതി. ഇതേപോലെ അടുത്ത ആംഗിൾസ് എടുത്താൽ നമുക്ക് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഒരെണ്ണം പ്രൂവ് ചെയ്താൽ മതി. എന്നിട്ട് സിമിലർലി ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതിൻ്റെ എല്ലാ ആംഗിൾസും ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? ഒന്നുകിൽ റെക്റ്റാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി മീൻസ് എ ബി സി ഡി ഈസ് എ റെക്റ്റാങ്കിൾ. That is, a parallelogram which is not a rectangle is not cyclic. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ 1-2 പ്രാവശ്യം കൂടെ ഇത് കണ്ടിട്ട് അതിനകത്തിൽ ആദ്യത്തെ പാർട്ടായിരിക്കും, ഈ പാർട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഒരു കാര്യം ഓർക്കുക, സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 വരും. 3 വെർട്ടെക്സിൽ കൂടി, അത് ഓർത്തോണം, ഇവിടെ ഏതിനുമല്ല, 3 വെർട്ടെക്സിൽ കൂടി ഒരു സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടെങ്കിൽ 4ാമത്തെ വെർട്ടെക്സ് സർക്കിളിന് വെളിയിലാണെങ്കിൽ ആ വെർട്ടെക്സും ഓപ്പോസിറ്റ് വെർട്ടെക്സും കൂടിയുള്ള സം ലെസ് ദാൻ 180 ആയിരിക്കും. 4ാമത്തെ വെർട്ടെക്സ് അകത്താണെങ്കിൽ ആ വെർട്ടെക്സും ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള സം ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തോണം. എന്നിട്ട് 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് നോക്കുക. ഇത് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത്രയും നിങ്ങൾ എഴുതിയെടുത്തിട്ട് പഠിക്കുക. ഈ ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെയൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത 4th ക്വസ്റ്റ്യൻ ഈ ഐസോസെലസ് ട്രപ്പീസിയം ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതുവരെയുള്ളത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ.